ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പലരും പല രീതികളിലാണ് പഠിച്ചെടുക്കുന്നത്. ചിലർക്ക് വളഞ്ഞ വഴി എളുപ്പം മനസ്സിലാവും, ചിലർക്ക് നേർവഴിയേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ നെക്ക് ക്യാൻവാസ് വെച്ച് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ക്യാൻവാസിനെ ആദ്യം രണ്ടായി മടക്കിയിടണം. എന്നിട്ട് നെക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടി കൂട്ടണം. ഇനി അതിനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് നെക്ക് വിഡ്ത്താണ്. നെക്ക് വിഡ്ത്ത് ഇത് സ്ക്വയർ യു നെക്കാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി വിഡ്ത്ത് വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പം 3.5 അധികം 1/2 എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ. ഇനി താഴെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തണം. വീഡിയോ കണ്ടുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഒരു ലൈക്ക് കൂടി തരുമല്ലോ. ഇനി മുകളിലെടുത്ത അതേ നെക്ക് വിഡ്ത്ത് തന്നെ താഴെയും എടുക്കണം. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. നമ്മൾ നേരത്തെ 1 ഇഞ്ച് കൂട്ടി എടുത്തില്ലേ, അപ്പം മുകളിൽ നിന്ന് താഴോട്ട് 1/2 ഇഞ്ചും താഴേന്ന് 1/2 ഇഞ്ചും അടയാളപ്പെടുത്തണം. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അത് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. യു ഷേപ്പാണെങ്കിൽ യു ഷേപ്പായിട്ട് വരച്ചെടുക്കാം. സ്ക്വയർ യു ഷേപ്പാണെങ്കിൽ സ്ക്വയർ യു ആയിട്ട് വരച്ചെടുക്കാം. വി നെക്കാണെങ്കിൽ വി ആയിട്ട് വരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഷേപ്പിനനുസരിച്ച് വരച്ചെടുക്കാം. ഇനി എന്നിട്ട് ആ 1/2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് താഴത്തെ 1/2 ഇഞ്ചും മേളത്തെ 1/2 ഇഞ്ചും വെച്ച് കട്ട് ചെയ്ത് പീസാക്കി മാറ്റിയെടുക്കുക. എന്നിട്ട് ആ 1/2 ഇഞ്ച് പിടിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മുകളിലത്തെ അറ്റം കട്ട് ചെയ്ത് മാറ്റരുത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ക്വയർ യു നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബൈ ബൈ.